പാകിസ്ഥാനിലെ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 243 പേർ മരിച്ചു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പസ്തൂൺ പ്രവിശ്യയിലാണ് കൂടുതൽ മരണങ്ങൾ. അവിടെ 180-ലേറെ പേർ മരിച്ചു. വെള്ളപ്പൊക്കത്തിൽ നിരവധി വീടുകൾ തകർന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേരുകയാണ്. അക്ഷയ്, കാശ്മീരിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന ഏതാണ്ട് സമാന സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു പാകിസ്ഥാനിലും ഈ ദുരന്തമുണ്ടായത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ തോതിൽ മിന്നൽ പ്രളയം ഉണ്ടാവുകയായിരുന്നു. ഈ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 243 ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്ന വിവരം. എന്തായാലും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലാണ് ഏറ്റവും അധികം മരണമുണ്ടായിരിക്കുന്നത്. 180 പേരാണ് ഇവിടെ മാത്രം മരിച്ചിരിക്കുന്നത്. തുടർന്ന് ബുനേർ ജില്ലയിലും മരണസംഖ്യ ഉയരുന്നുണ്ട്. ഇവിടെ 157 പേരാണ് ഇതുവരെ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും മിന്നൽ പ്രളയമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേരാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. 2000-ഓളം വിനോദസഞ്ചാരികൾ പല മേഖലകളിലായി കുടുങ്ങിയിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകളും ചെളിയിലും മറ്റും പുതഞ്ഞു കിടക്കുകയാണ്. ഇത് രക്ഷാപ്രവർത്തനം അതീവമായിട്ട് താമസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ദുരന്ത നിവാരണ സേനയും സൈന്യവും അടക്കം രംഗത്തുണ്ട്. ഇവരിപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇവർക്ക് ഭക്ഷണവും മറ്റു സാധനങ്ങളും ആവശ്യ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം തുടരുകയാണ്. ഇതിനിടയ്ക്ക് ഇതുപോലെ ആവശ്യ സാധനങ്ങളുമായി പോയ ഒരു ഹെലികോപ്റ്റർ തകർന്ന് അതിലുണ്ടായിരുന്ന 5 പേർ മരിച്ചതായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഷമി, എന്തായാലും ദുരന്ത നിവാരണ സേന ഇപ്പോഴും തുടരുകയാണ് രക്ഷാപ്രവർത്തനം. നിരവധി വീടുകൾ ഒലിച്ചുപോയി, ആളുകളെ കാണാതായിരിക്കുന്നു. ഇനിയും കണ്ടെത്താനായി നിരവധി ആളുകളുണ്ട്. ഇതിനിടയ്ക്കാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. 243 കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മരണസംഖ്യ. ഇന്നലെ വെള്ളിയാഴ്ചയോട് കൂടിയാണ് ഈ ഒരു മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പല സ്ഥലങ്ങളിലായി ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. ഇവർക്ക് ഭക്ഷണം അടക്കമുള്ള സാധനങ്ങൾ, അടിസ്ഥാനമായി അവർക്ക് ലഭിക്കേണ്ട ആവശ്യ വസ്തുക്കൾ അടക്കം എത്തിക്കാനായി ദുരന്ത നിവാരണ സേനയും സൈന്യവും അടക്കം രംഗത്തുണ്ട്. ഈ നദികളുടെ തീരങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകൾക്കെല്ലാം ജാഗ്രതാ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ എല്ലാം അടിയന്തരമായി തന്നെ അവിടുത്തെ സർക്കാർ സംവിധാനവും സൈന്യവും ദുരന്ത നിവാരണ സേനയും എല്ലാം ചേർന്ന് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പൂർണ്ണമായും ആളുകളെ ഒന്നും പ്രദേശത്ത് നിന്ന് മാറ്റാനായി സാധിച്ചിട്ടില്ല. കാരണം ഒരു മിന്നൽ പ്രളയമാണ്, അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രളയമാണ്. ഈ പ്രളയത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇവർക്കെല്ലാമായി വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും പ്രതികൂലമായിട്ടുള്ള ഈ കാലാവസ്ഥ തുടരുകയാണ്. പ്രദേശത്ത് ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴയും കാറ്റും അടക്കമുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം പ്രളയജലം കുത്തിയൊഴുകി വരികയാണ്. ഈ സാഹചര്യത്തിലും ദുരന്ത നിവാരണ സേന അതീവമായിട്ട് പ്രയത്നിക്കുകയാണ് ആളുകളെ തിരിച്ചു കൊണ്ടുവരാനായി, കണ്ടെത്താനായിട്ട് എല്ലാം. എന്തായാലും ഈ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഷമി, 243 പേർ മരിച്ചതായിട്ടാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന കണക്ക്. പാകിസ്ഥാനിൽ മിന്നൽ പ്രളയം ഏതാണ്ട് 243-ലധികം പേർ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.